ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ബെഡ്റൂം ഒന്ന് വ്യത്യാസം വരുത്തിയ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് കാലമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ കട്ടിൽ വാൾപേപ്പർ ഒട്ടിച്ചിട്ടായിരുന്നു. ഇതിൻ്റെ മേക്ക് ഷീറ്റ് പോകുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതും മാറ്റണമായിരുന്നു. എനിക്കൊരു വാൾഡ്രോബും ചെയ്യണമായിരുന്നു കേട്ടോ. വാൾഡ്രോബ് നമ്മുടെ ഡ്രസ്സിങ് റൂമിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് സ്പേസിലാണ്. അപ്പോൾ എനിക്ക് സ്ഥലം തികയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഈ ഒരു സ്പേസിലാണ് വാൾഡ്രോബ് ചെയ്തത്. ആ ഒരു സൈഡിലുള്ള ഗ്ലാസ് നമ്മളടുത്ത് സ്ഥാനം മാറ്റുകയും ചെയ്തു. അങ്ങനെ കുറച്ച് പണികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ സൈസ് വാൾഡ്രോബാണ് ഉണ്ടാക്കിയത്. ആ വാൾഡ്രോബിൻ്റെ അതേ മേക്ക് ഷീറ്റ് തന്നെ കട്ടിലിനും ഒട്ടിച്ചെടുത്തു കേട്ടോ. ഇതാ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മേക്ക് ഷീറ്റ് പോകുന്നതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ 2-3 ദിവസത്തെ പണി അതുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചുമരിലൊക്കെ ചളിയും അതേപോലെ സ്ക്രൂ ചെയ്ത് അതിൻ്റെ ഹോളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിയിട്ടടിച്ച് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത് കേട്ടോ. അത് ഞാൻ തന്നെ ചെയ്തത്, ഞാനും മോളും കൂടെ ചെയ്തത് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ വീട് വൃത്തിയായി കിടക്കണമെങ്കിൽ നമ്മളും കൂടെ വിചാരിക്കണം എന്ന് പറയും. ഇപ്പം അത് മാറ്റി പറയേണ്ട അവസ്ഥ കേട്ടോ. നമ്മൾ മാത്രമാണ് വിചാരിക്കേണ്ടത്. എല്ലാ പണികളും ഏകദേശം കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ വർക്കേഴ്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വീട്ടിലേക്ക് പെയിൻറ്റ് വാങ്ങുമ്പോൾ ഏത് പെയിൻറ്റാണ് ഏത് കളറാണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഡാമേജ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ ഒരു ലിറ്റർ കൊണ്ടുവന്നിട്ട് ഒന്നങ്ങ് ഈ റോളർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് അടിച്ചിട്ടെടുക്കാം കേട്ടോ. എല്ലാ ജോലിയും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ കൊണ്ടും പറ്റുമെന്ന്. പ്രത്യേക സ്കില്ലൊന്നും, ഇതിനേക്കാളും വലിയ സ്കില്ല് വേണ്ട ജോലിയാണ് നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പെയിൻറ്റിങ് ഒക്കെ ഏകദേശമായി. ഇപ്പോൾ വാൾഡ്രോബൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് തുടച്ചു കേട്ടോ. ആകെ കൈയിൻ്റെ അടയാളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് തുടച്ചു. അപ്പോൾ അത് ഓൾമോസ്റ്റ് പെയിൻ്റടിയും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. ഇതിപ്പോൾ 5ാമത്തെ റൗണ്ട് ആണ് കേട്ടോ തുടക്കുന്നത്. നല്ലോണം പൊടി ഉണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വന്നപ്പോൾ തുടച്ച് കുറേ പ്രാവശ്യം സീനത്ത് തുടച്ചു. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഞാനും കൂടെ ഒന്ന് തുടച്ചു കേട്ടോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കണം. ഇതാണിപ്പോൾ ഒരു ലുക്ക് കേട്ടോ. ലുക്കിന് വലിയ മാറ്റമൊന്നുമില്ല. ഒരു വാൾഡ്രോബ് എക്സ്ട്രാ വന്നു എന്നേ ഉള്ളൂ. ആ ഗ്ലാസിൻ്റെ സ്ഥാനം ഒന്ന് മാറി, അത്രയേ ഉള്ളൂ കേട്ടോ. ഗ്ലാസ് നിങ്ങളിൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. ആ ഒരു വാൾഡ്രോബ് വന്ന ആ ഒരു കോർണറിലായിരുന്നു. അത് ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടോ. ഇനിയിപ്പോൾ ടി വിക്കൊക്കെ വേറെ സ്പേസ് നമ്മൾ കാണണം. അപ്പോൾ അത് വലിയൊരു മിററാണ് കേട്ടത്. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും കാണിക്കാം കേട്ടോ. ബൈ.